ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് രണ്ട് നമ്പേഴ്സ് കിട്ടിയാൽ അതിൻ്റെ GCD അതായത് HCF കണ്ടുപിടിക്കാനുള്ള കോഡ് എങ്ങനെ ഈസിയായി എഴുതാം എന്നതാണ്. ആദ്യം എന്താണ് ഈ GCD അല്ലെങ്കിൽ HCF എന്ന് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഞാൻ രണ്ട് നമ്പേഴ്സ് എടുക്കുകയാണ്, 8ഉം 12ഉം. ഇതിൻ്റെ GCD കണ്ടുപിടിക്കാനായിട്ട് ആദ്യമേ 8ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1, 2, 4, 8. 12ൻ്റെ ഫാക്ടേഴ്സോ 1, 2, 3, 4, 6, 12. ഇനി നമ്മൾ കോമൺ ആയിട്ട് ഇതിന് രണ്ടിനുള്ള ഫാക്ടേഴ്സ് മാത്രം എടുത്തെഴുതുകയാണ്. ഏതൊക്കെയാണ്? 1 രണ്ടിലുണ്ടല്ലോ, 1. അതുപോലെ 2 ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ കോമൺ ഫാക്ടേഴ്സിലെ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 4. അതാണ് നമ്മുടെ GCD. HCF എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാകും. അതുതന്നെയാണ് GCD, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. അപ്പോൾ നമുക്ക് കോഡിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ട് നമ്പേഴ്സ് എയും ബിയും ആദ്യം തന്നെ നമുക്ക് ഇൻപുട്ടായിട്ട് എടുക്കണം. അതിനാണ് ഇവിടെ എ ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എൻ്റർ എ നമ്പർ എന്നോ എൻ്റർ ഫസ്റ്റ് നമ്പർ എന്നോ അങ്ങനെയൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ബിയും ഇൻപുട്ട് ചെയ്തു. ഇനി എയുടെയും ബിയുടെയും HCF ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ലോജിക്ക് എന്താണ്? ആദ്യം നമ്മൾ കോമൺ ഫാക്ടേഴ്സിനെ കണ്ടുപിടിക്കണം. അതായത് എയിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതും ബിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുമായ നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിലെ ഏറ്റവും വലിയ നമ്പർ ഏതാണ് എന്നാണ് നോക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എയുടെയും ബിയുടെയും HCF കണ്ടുപിടിക്കുന്ന സമയത്ത് ഏതാണോ ചെറിയ നമ്പർ, ഉദാഹരണത്തിന് എ ആണെങ്കിൽ HCFൻ്റെ പരമാവധി വാല്യൂ എന്ന് പറയുന്നത് ആ എ ആയിരിക്കും. ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തരാം. ഉദാഹരണത്തിന് ഞാൻ 18ൻ്റെയും 64ൻ്റെയും HCF എടുക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ എനിക്കറിയാം 19, 20, 21 അങ്ങനെ മുകളിലേക്കുള്ള നമ്പേഴ്സ് ഒന്നും HCF അല്ല ഇതിൻ്റെ. അതെങ്ങനെ മനസ്സിലായി? കാരണം HCF എന്ന് പറയുമ്പോൾ 18നെയും 64നെയും ഡിവൈഡ് ചെയ്യുന്ന കോമൺ ഫാക്ടർ ആയിരിക്കണ്ടേ. അപ്പോൾ 18ന് മുകളിലുള്ള നമ്പർ ആകുമോ? ഇല്ല. പരമാവധി HCFൻ്റെ വാല്യൂ എത്രയാണ്? 18 ആണ്. നമ്മൾ എയും ബിയും ഇൻപുട്ട് ചെയ്തിരുന്നു, കോഡ് എഴുതിയായിരുന്നു. ഇനി അപ്പോൾ ഞാൻ എ ആണോ ബി ആണോ സ്മോളർ എന്നൊന്ന് നോക്കുവാണ്. ഇഫ് എ ലെസ് ദാൻ ബി, സ്മോൾ ഈക്വൽ ടു എ. അതല്ലെങ്കിലോ സ്മോൾ ഈക്വൽ ടു ബി. ഫോർ ലൂപ്പിലെ സ്റ്റാർട്ടിംഗ് വാല്യൂ ഏത് കൊടുക്കണം? 1 കൊടുക്കാം. കാരണം എന്താണ്? ഉദാഹരണത്തിന് 3യുടെയും 4ൻ്റെയും HCF എന്താണ്? ഇവർക്ക് കോമൺ ഫാക്ടറായിട്ട് 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ HCF 1 തന്നെയാണ്. അതായത് HCF തുടങ്ങുന്നത് 1ൽ നിന്നാണ്. 1, ഇനി പരമാവധി എവിടം വരെ പോകാം? ഞാൻ പറഞ്ഞായിരുന്നു, സ്മോളസ്റ്റ് നമ്പർ ഏതാണോ അതാണ് HCFന് കിട്ടാവുന്ന പരമാവധി വാല്യൂ. ഇനി നമ്മൾ പൈതണിൽ ഫോർ ലൂപ്പ് എഴുതുമ്പോൾ ഒരു +1 ചേർത്ത് എഴുതും. അപ്പോൾ ഫോർ ലൂപ്പിൽ ആദ്യം ഐയുടെ വാല്യൂ എന്താകും? 1 ആകും. ആ സമയത്ത് നമ്മൾ നോക്കുന്നത് എനെ 1 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതോടൊപ്പം തന്നെ ബിനെയും 1 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എങ്കിൽ മാത്രമാണ് അത് കോമൺ ഫാക്ടർ ആകുള്ളൂ. അത് കഴിഞ്ഞ് ഐയുടെ വാല്യൂ 2 ആകുമ്പോൾ നമ്മൾ നോക്കുന്നത് എനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിനൊപ്പം ബിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അതായത് ഓരോ തവണയും നമ്മൾ എന്താണ് നോക്കുന്നത്? എ മോഡ് ഐ ഈക്വൽ ടു 0. അതായത് എനെ ഐയുടെ വാല്യൂ ഇപ്പോൾ ഏതാണോ അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണോ കിട്ടുന്നത്, അതോടൊപ്പം തന്നെ ബി മോഡ് ഐ ഈക്വൽ ടു 0. അതായത് ബിനെ ഐ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ് കിട്ടുന്നത്. ഇത് രണ്ടും ശരിയാണെങ്കിൽ അതിനർത്ഥം ഇതൊരു കോമൺ ഫാക്ടർ ആണല്ലേ. അപ്പോൾ ഞാൻ
ഇത് ആൻസർ എന്ന് പറഞ്ഞൊരു വേരിയബിളിലോട്ട് വയ്ക്കുകയാണ് ഐനെ. ഈ ഫുൾ കോഡ് a ഈക്വൽ ടു 8ഉം b ഈക്വൽ ടു 12ഉം ഇട്ടെന്ന് പറഞ്ഞു തരാം. ആദ്യം തന്നെ എന്ത് ചെക്ക് ചെയ്യുന്നു? a ലെസ് ദാൻ b ആണോ? 8 ലെസ് ദാൻ 12 ആണ്, കറക്റ്റാണ്. അപ്പോൾ സ്മോളിലേക്ക് എന്ത് സ്റ്റോർ ചെയ്തു? 8 സ്റ്റോർ ചെയ്തു. ഇനി ഫോർ ഐ ഇൻ റേഞ്ച് 1 ടു സ്മോൾ പ്ലസ് 1, അതായത് 1 to 9, ഇഫ് എ മോഡ് ഐ ഈക്വൽ ടു 0. ആദ്യ ലൂപ്പ് റൺ ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ എന്താണ്? 1 ആണ്. അതായത് ഇഫ് 8 മോഡ് 1 ഈക്വൽ ടു 0 ആൻഡ് 12 മോഡ് 1 ഈക്വൽ ടു 0. അത് കറക്റ്റ് ആണല്ലോ. അപ്പോൾ ആൻസർ എന്നൊരു വേരിയബിൾ എടുത്തിട്ട് അതിലേക്ക് ഐയുടെ വാല്യൂ ആയ 1 സ്റ്റോർ ചെയ്യുന്നു. അടുത്തത് ഫോർ ലൂപ്പിൽ ഐയുടെ വാല്യൂ 2 ആകുന്നു. എ മോഡ് 2, അതായത് 8 മോഡ് 2 ഈക്വൽ ടു 0 ആണോ? ഓൾസോ 12 മോഡ് 2 ഈക്വൽ ടു 0 ആണോ? അതേലോ. അപ്പോൾ വീണ്ടും ആൻസർ ഈക്വൽ ടു ഐ, അതായത് ആൻസറിൽ ഇപ്പോൾ ഐയുടെ വാല്യൂ ആയ 2 ആണ് സ്റ്റോർ ചെയ്യുന്നത്. വീണ്ടും ഐയുടെ വാല്യൂ 3 ആകുന്നു. 8 മോഡ് 3 ഈക്വൽ ടു 0 ആൻഡ് 12 മോഡ് 3 ഈക്വൽ ടു 0 തെറ്റാണ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. വീണ്ടും ഐയുടെ വാല്യൂ 4 ആകുന്നു. 4 ഇടുമ്പോൾ കണ്ടീഷൻ ശരിയാണ്. അപ്പോൾ ആൻസർ എന്ന വേരിയബിളിൽ ഇപ്പോൾ 4 ആണുള്ളത്. വീണ്ടും ഐ ഈക്വൽ ടു 5, 6, 7 എല്ലാം ചെക്ക് ചെയ്യും. ഐ ഇൻ റേഞ്ച് 9 വരെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പൈതണിലാവുമ്പോൾ അത് 8 വരെയാണ് ഇപ്പോൾ പോകുക. അപ്പർ ലിമിറ്റ് എപ്പോഴും 1 കൂട്ടിയാണ് നമ്മൾ എഴുതുന്നത്. ഇപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എവിടെയാണ് ഇരിക്കുന്നത്? ആൻസ് എന്ന വേരിയബിളിലാണ്. അപ്പോൾ നമുക്കത് പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് ആൻസ്. ഇത്രയേ ഉള്ളൂ കോഡ്. ഇത് നമുക്കൊന്ന് ടൈപ്പ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. കോഡ് ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ ഫസ്റ്റ് നമ്പർ 8, സെക്കൻഡ് നമ്പർ 12. കണ്ടോ? നമ്മുടെ HCF അല്ലെങ്കിൽ GCD കിട്ടിക്കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ റെക്കമെൻഡ് ചെയ്യണേ. കൂടാതെ എൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് വീഡിയോസ് കൂടെ കാണാൻ മറക്കല്ലേ.